ഹായ് ഫ്രണ്ട്സ്, അതാണ് വിശേഷം. സുഖമല്ല എല്ലാവർക്കും? ഇവിടെ ഇല്ല അറിയാം. ഞാൻ നമ്മുടെ പ്രൈത്തട്ടൻ്റെ നാട്ടിൽ കുഞ്ഞിമംഗലം അല്ല പ്രൈത്തട്ടാ, കുഞ്ഞിമംഗലം. നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തിയത് നമ്മുടെ ചിരിമ പയ്യന്നൂരിലെ ചിരിമയുടെ റീൽസ് മിക്ക ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റീൽസ് നമ്മൾ പ്രോഗ്രാം തിരക്കായതുകൊണ്ട് കുറച്ച് നാളൊരു ഷെഡ്യൂൾ ഇട്ടാണ് വീണ്ടും തുടങ്ങി. വീണ്ടും നമ്മൾ ചെറിയ ചെറിയ റോളിൽ വരുന്നുണ്ട്. ഇത് പുതിയ പഴയ ആൾ തന്നെ ഫ്രെയിമിൽ പുതിയതാണ്. അപ്പോൾ അങ്ങനെ പ്രൈത്താൻ്റെ കൂടെ ഞാനും ആ പരിപാടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ പൊളിക്കണം, അടിപൊളിയായിട്ട് പോകുന്നു. പൊളിക്കും. അപ്പോൾ നമ്മളടുത്തേക്ക് പോകുന്ന അറിയാം. അടുത്തേക്ക് പോകുന്ന പ്രൈത്തട്ടാ, നമ്മൾ കാഞ്ഞങ്ങാട് നമുക്കൊരു വ്ളോഗ് ചെയ്യാനുണ്ട്, ഒരു പരസ്യം ചെയ്യാനുണ്ട്, ആഡ് ചെയ്യാനുണ്ട്. ചെയ്യാൻ നമുക്കൊരു ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ കാനങ്ങാടേക്ക് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സമയം ഓക്കെ, ഇപ്പോൾ സമയം എന്താ അറിയാം? സമയം എത്ര കഴിഞ്ഞ് പോയിട്ടാ? 3:30 മണിയല്ലേ? 3:30 മണി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. അറേ മക്കളെ പോവുകയാണ്. വിടാല വിടാ. നിങ്ങൾ സ്റ്റാൻഡ് എടുത്തില്ല ഇങ്ങോട്ടേക്ക്? സ്റ്റാൻഡ് എടുത്തില്ലേ? അതെയാ, ആളെ പ്രൈത്തട്ടൻ്റെ ഫോം, പ്രൈത്തട്ടൻ്റെ കുടിൽ കയറാ. ഞാൻ മുമ്പിലിരിക്കാം, ഞാൻ ഛർദിക്കൂ. എന്ന് ഞാൻ എന്തെങ്കിലും എൻ്റെ ബാഗിലുണ്ടാടാ. വണ്ടി അങ്ങോട്ട് പോകും. അപ്പോൾ ഇറക്കാൻ നല്ല ബാഗ് എടുക്കാൻ പറ്റും. അല്ലാ, പിന്നെ നമ്മളിപ്പോൾ ഒരു സ്കിറ്റ് എന്താ പറയുന്നത്, റീല് കോമഡി, നമ്മളൊരു കോമഡി റീൽ ഇപ്പോൾ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഇത്ര നേരം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് എന്താ പറയുക റീലെല്ലാം എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന കേട്ടോ. എൻ്റെ ബാഗ് ഇടുന്നുണ്ട്, ഈ ഒരു ഇതുണ്ടാ. ഞാൻ ബാഗ് എടുത്തിട്ട് വരട്ടെ. ഒരു കല്യാണം ഓർക്കാൻ ഒരു ഞാൻ വരുന്നത്. ഞാൻ ബാഗ് എടുത്തിട്ട് വരട്ടെ. വാണത്തിലെ എറിയ വിളക്ക് പുത്തു വിളക്ക്. പാമ്പൊന്നും കയറി കൂടിയിട്ടില്ലല്ലോ? ഇല്ല, പാമ്പൊന്നും കയറിയിട്ടില്ലാന്ന് വിചാരിക്കുന്നു. കുറേ ഉണക്കോലുണ്ട്. ആർക്കും വേണം ഓല? ഇതാ ഉണക്കോല. അല്ല, കത്തിക്കാൻ ബെസ്റ്റാണ്. കത്തിക്കുന്ന ആളുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഏതോ പറമ്പാണ്, ഞാൻ വെറുതെ പറഞ്ഞേ. ആരതോ പറമ്പോ. ബാഗ് ബാക്കിൽ വെക്കാം. ഭയങ്കര ചൂട്. അപ്പോൾ ഗോയിങ് ടു ഇവിടത്തേക്ക് വന്ന് കാനങ്ങാട് പെരുമ്പൊക്കെ കൊണ്ട ആവശ്യമുണ്ടല്ലേ? ഓക്കെ, ശരി, ബെൽറ്റ് കേട്ടെ, ബെൽറ്റ് അങ്ങോട്ടെ. അങ്ങനെ കാനങ്ങാട് എത്തിയില്ല. നമ്മളെ പഴയ സ്റ്റാൻഡ് അല്ലേ? പഴയ സ്റ്റാൻഡ്. ലൈഫുണ്ട് എല്ലാവർക്കും കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്ത് ലൊക്കേഷൻ കട്ടലമ്മ കാരണല്ല പറ്റത്. ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ, ഫ്രഷ് ജ്യൂസ്, മിൽക്ക് ഷേക്ക്, അവിൽ മിൽക്ക്, കണ്ണൂർ കോക്ടെയിൽ, ഐസ്ക്രീം, മോജിറ്റോ. അങ്ങനെ ഇവിടെ എത്തിയട്ടാ. അപ്പോൾ എഴുതട്ടോ എന്താ സംഭവം? ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ മസാലയാണ്. ഇതിൻ്റെ മസാലയുടെ ഒരു ടേസ്റ്റ്, കാരണം എല്ലാവരോടും പറയണം, സ്പെഷ്യലി ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുള്ളവർ പല ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ മസാലാസാണ്, ഓർഗാനിക് മസാല. ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ല, ഗ്യാരണ്ടിയാണ്. വീണ്ടും ഇവിടെ വരും. ഇപ്പം തന്നെ നമ്മൾ 3ാമത്തെ ചിക്കനാണ് ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് ഇവരെ, ഇറ്റാലിയൻ ഷവർമ, ഗംഭീര സാധനം. ഞങ്ങൾ പാർസൽ വരെ പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു. ഷോപ്പ് ഇതാ IFC ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ കാനങ്ങാട് പഴയ സ്റ്റാൻഡ് ഇതാ കാണുന്ന പഴയ സ്റ്റാൻഡ് കേട്ടോ. അല്ല, പഴയ സ്റ്റാൻഡല്ലേ? പഴയ സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു റോഡുണ്ട് കേട്ടോ. ഈ റോഡിലാണ് ഇങ്ങനെ ഷോപ്പുള്ളത് കേട്ടോ. അതാ ഷോപ്പ്.
എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറല്ലേ? മുമ്പത്തെ കഴിച്ചായിരുന്നു. നമ്മൾ പോവുകയാണ്. ഒരു ആഡ് എടുക്കാനുണ്ടായിരുന്നു. ആഡ് വീഡിയോസ്. അപ്പോൾ അതിലെടുത്ത് നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. പോകാൻ മലയാളി ഇരുട്ടല്ലേ? ഇരുട്ട് വീട് കോംപ്ലക്സിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ റീല് വരുന്നുണ്ട് കേട്ടോ, കാണണേ. ചിരിമ മീഡിയ കേട്ടോ, സെർച്ച് ആക്ക്. ഓക്കെ, മണിച്ചേട്ടൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും. യെസ്, മണിച്ചേട്ടൻ്റെ പ്രൊഫൈൽ ഉണ്ടാവും. കയറാം, എന്നിട്ട് നോക്കുക, വീഡിയോസ് എല്ലാം കാണാം. ഇതാ കാനങ്ങാട് ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്. ഇത് പഴയ സ്റ്റാൻഡ് കേട്ടോ, കാനങ്ങാട്. ഇതാ കാനങ്ങാട് പഴയ സ്റ്റാൻഡ്. റോഡെല്ലാം റെഡിയായി പോലും. ഇത് KSRTC ബസ്സിന് എഴുതിയിട്ടുണ്ടോ? റോഡെല്ലാം സീറ്റ് ബെൽറ്റിൻ്റെ ഒച്ചപ്പാടാണ്. കാനങ്ങാട് സിറ്റി. നമ്മൾ പയ്യന്നൂരിന്ന് ഇങ്ങോട്ടേക്ക് 40 കിലോമീറ്റർ ഓടിയിട്ട് ഇവിടെ എത്തി. ഇറ്റാലിയൻ ഷവർമ കഴിക്കാൻ വേണ്ടി വന്നു. നൈസല്ലേ? ഇനി വീണ്ടും തിരിച്ച് നമ്മുടെ നമ്മൾ പോവുകയാണ് കലയുടെ നാട്ടിലേക്ക്, പയ്യന്നൂരേക്ക്. അപ്പോൾ കഴിച്ചു നോക്ക് കേട്ടോ, അത്രേ പറയാനുള്ളൂ. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കമൻറ്റ് പറ, അല്ലേ? കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വേറെ എവിടെ ഫ്രാഞ്ചൈസി ഇല്ലേ? ഇപ്പോൾ ഫ്രാഞ്ചൈസിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. കോഴിക്കോട് അവിടെല്ലാം വരാനുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിന്റെ അടുത്ത് വരാനുണ്ട്. വർക്ക് നടക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് അറിയാം, സാധാരണ മിഷ്യനൊക്കെ വെച്ചിട്ടാണല്ലോ ഷവർമ ചെത്തല്. മിഷ്യൻ ഇല്ലാത്ത ഷവർമ. യെസ്, അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൽ ആ ചിക്കൻ്റെ ക്രിസ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണല്ലേ ഇങ്ങനെ കടിക്കുമ്പോൾ അവിടെ എത്തും. പിന്നെ അതിൽ സ്പെഷ്യലി മസാലകൾ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ നോമ്പായതുകൊണ്ട് കഴിച്ചിട്ടില്ല. അതാണ് ഇവര് പാർസൽ കിട്ടുന്ന കഴിക്കാൻ വേണ്ടിയിട്ട്. സമയമായി നോമ്പ് ടൈം ആവാനായി, 1/2 മണിക്കൂർ.